എന്തപ്പറ കുട്ടി എന്താ കാട്ടണ്? ചളി ഉണ്ടോ? നോക്കട്ടെ, പച്ച് നോക്കട്ടെ, എന്നാ കഴുകിക്ക. പടട്ട് കഴുകിക്കോ. അന്റെ ഇമ്മച്ച് കാണണ്ടട്ടോ. തുടക്കാനെടുത്ത വെള്ളം കൊണ്ടാണ് ഒരാള് റബ്ബെ ഈ കാട്ടണത്. കഴിഞ്ഞോ? കഴുകിയോ? നോക്കട്ടെ, പച്ച് നോക്കട്ടെ. അത് അജ്ജ എന്താ ചാട്ടണ്? കാല് വെക്കുക, ചളി പോവാനാണ്. ആ അന്റെ സെക്ക് കാണണ്ടട്ടോ, ഉമ്മച്ച് കാണണ്ടട്ടോ. വേഗം മതി, ഉമ്മച്ച് വരുന്നതിന്റെ മുമ്പേ കഴുകിക്കോ. രണ്ട് കാലും കഴുകിയോ? വാ, ഗുഡ് ബോയ്. ഗുഡ് ബോയ് ആണ് അല്ലേ? ഞാൻ ഇപ്പൊ എപ്പെടുത്തടാ. മതി, സെക്കിപ്പോ വരൂ. മതി മതി മതി, സെക്കി വരൂ. മതിയടാ. നിർത്തിച്ചോ. സെക്കി കാണണ്ട. വേഗം ഇനി വെപ്പിട്ടാ, എന്നിട്ട് നമുക്ക് നടക്കുകയാണ്. എപ്പോ വന്നിക്കണു? വെപ്പിടാൻ വയ്ക്കോ എനിക്ക്? തിരിച്ചു വെക്ക ചെരുപ്പ്. കാല് കക്കിയിട്ടാണ് മതിയാണില്ല എന്റെ കുട്ടിക്ക് അല്ലേ? അത് സെക്കി വരുന്നുണ്ട്. അപ്പച്ചിട്ടര. ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോ ഒരുപാട് സന്തോഷത്തോടെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ അല്ല, നമ്മളെല്ലാ വീഡിയോയും ഒരുപാട് സന്തോഷത്തോടെ തന്നെ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസിലൊക്കെ നിങ്ങൾ കാണലുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടലുണ്ടെന്ന് അറിയുന്നത് വളരെ സന്തോഷം. നല്ല നല്ല ഒരുപാട് കമന്റ്സ് കാര്യങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് നമ്മൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, യൂട്യൂബിലേക്ക് വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ യൂട്യൂബിന്റെ വരുമാനം ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് പറഞ്ഞിരുന്നു. എന്തായാലും അൽഹംദുലില്ലാ കഴിഞ്ഞ മാസത്തെ വരുമാനം നമുക്ക് അർഹതപ്പെട്ട ഒരാൾക്ക് കൊടുക്കാൻ പറ്റി. അത് ഞാൻ കൊടുത്തത് നിങ്ങളെ വീഡിയോയിൽ കാണിക്കുകയും ചെയ്തിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഒരു വീഡിയോ എടുക്കുമ്പോൾ അതിന്റെ ബാക്കിൽ ഒരുപാട് അധ്വാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യാനും കഴിയുന്നത് കേട്ടോ. നിങ്ങൾ ഇതിന്റെ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടില്ല, എനിക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാനും പറ്റില്ല. ഞാൻ നോർമലി ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്, പക്ഷെ നമ്മൾ അത് വീഡിയോയിൽ കാണിക്കാറില്ല. യൂട്യൂബിൽ നിന്ന് കിട്ടിയൊരു സംഭവം നമ്മൾ ചെയ്യുമ്പോൾ അത് നിങ്ങളെ കാണിക്കണം എന്നുള്ളത് നിർബന്ധമായതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ഞാൻ എൻ്റെ മനസ്സിൽ കരുതാറുള്ളത്, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു നന്മ ഇവിടെ അല്ലെങ്കിൽ നമ്മൾ മരിച്ചു ചെല്ലുമ്പോൾ അവിടെ കിട്ടുകയാണെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് കൂടി കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അവർ കാരണമാണല്ലോ നമുക്ക് ഇതൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ അങ്ങനെ ചെയ്തു. ഈ മാസത്തെ വരുമാനം വലിയ വരുമാനം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു വരുമാനം നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. ഒരു 10 രൂപ 12 രൂപ ലെവലിലാണ് നമുക്ക് മാസം വരാറുള്ളത്. ഇപ്പോൾ നിലവിൽ അങ്ങനെ വരാറുള്ളത്. ഭാവിയിൽ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് വരുമാനങ്ങൾ വരും. അപ്പൊ നമുക്ക് ഒരുപാട് പേരെ സഹായിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് നമ്മൾ കഴിഞ്ഞ മാസത്തെ വരുമാനം ചെയ്ത വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടും കമന്റ് ആയിട്ടും ചോദിച്ചിരുന്നു, എന്താണ് ഈ മാസത്തെ വരുമാനം ചെയ്യുന്നത് എന്നുള്ളത്. അത് നല്ലൊരു ചോദ്യമാണ്. അപ്പൊ എന്താണ് നമ്മൾ ഈ മാസത്തെ വരുമാനം ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ. ഒരാളപ്പ വരുന്നുണ്ട്. ഇവിടെ ഇപ്പ അവിടെയാണ്, ഇങ്ങോട്ട് വാ വായോ. ഇതാ ഇവിടെ ഇപ്പതാ ചോദിക്കോ. അപ്പാണ്ട് എന്താ മീമി ചോദിച്ചോക്ക്. ഒരാളപ്പ വന്നു. ബാബായ മേരാ ബായിയെ മേ അയൽവാസി ബായിയെ. ഇത് എന്റെ പെപ്പേട്ടോ. ഇതാരപ്പേ? ഇത് കുട്ടപ്പേ. നമുക്ക് മീമി നോക്കട്ടെ. മീൻകാരൻ വന്നിട്ടുണ്ട്. മീൻ നോക്കുക. അനക്ക് ഇപ്പൊ കാച്ചരും. ഇപ്പാണ്ട് പറയും കാച്ചരം. അതാ മീമി കണ്ടോ? ഇന്ന് വത്തല് മീമിയാണ് അല്ലേ? ഞങ്ങൾക്ക് മീന് പൈസ കൊടുത്ത് വാങ്ങണ്ട ഗായ്സ്. ഏറ്റവും കൂടുതൽ പൈസ ചെലവാകുന്ന ഒരു പരിപാടിയാണ് എല്ലാരും മീൻ വാങ്ങല്. ഞങ്ങൾക്ക് ജീവിച്ചു പോകാൻ ചെലവ് വളരെ കുറവാണ്. സാധാ ചോറ്, മീൻ കറി, മീൻ പൊരിച്ചത് അല്ലേ? അങ്ങനല്ലേ അല്ല? അവിടെ ഞങ്ങൾക്ക് ചെലവില്ല, ഭയങ്കര സുഖമാണ്. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ വീട്ടിലുള്ള ആളോട് തന്നെ ചോദിക്കാം കേട്ടോ. സെക്കി ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം സെക്കിനോട് ചോദിക്കാം, നമുക്ക് ഈ മാസം വരുന്ന യൂട്യൂബിൽ നിന്ന് വരുന്ന വരുമാനം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് സെക്കിനോട് നമ്മൾ ചോദിക്കാൻ പോവാണ്. അപ്പൊ എന്താണ് സെക്കിന്റെ ഒരു അഭിപ്രായത്തിൽ ഈ മാസത്തെ വരുമാനം നമ്മൾ എന്ത് ചെയ്യണം എന്നാണ്?
ഉദ്ദേശിക്കുന്നത് മൈക്ക ഞാൻ സെക്കിലേക്ക് കൈമാറുകയാണ്. നമുക്ക് സെക്കിയുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കേൾക്കുന്നുണ്ടാവും, ഉറക്കെ പറയൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ കേക്കല്ലേ, ഉറക്കെ പറയേ. കേട്ടില്ല, ഞാൻ കേട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന്. അതെ. അപ്പോ സെക്കി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് മൈക്ക് ഞാൻ എനിക്ക് കൈമാറുകയാണ്. ഞാൻ മൈക്ക സെക്കിടേക്കുന്ന മൈക്ക് ഞാൻ എന്നിലേക്ക് കൈമാറുകയാണ്. എവിടെ ഉണ്ട് കുപ്പായത്തിന്റെ? അപ്പൊ സെക്കി പറയുന്നത് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ ചെയ്യാന്നുള്ളതാണ് സെക്കിയുടെ അഭിപ്രായം. പിന്നെ ഞാന് ഉപ്പാന്റെയും വീട്ടുകാരൊക്കെ അഭിപ്രായം തന്നെ, കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ ചെയ്യാന്നുള്ളതായിരിക്കും. ഇപ്പൊ കച്ചവടം കഴിഞ്ഞിട്ട് വന്നിട്ടില്ല. ഈ വീഡിയോ എടുത്തിട്ട് വേണം എനിക്ക് ഓഫീസിലേക്ക് പോകാൻ കേട്ടോ. അപ്പൊ ഞാൻ ഓഫീസിലേക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഒരുപാട് പേർക്ക് എന്റെ ജോലി എന്താന്നുള്ളത് അറിയില്ല കേട്ടോ. ഞാനിപ്പോ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും കുറെ ആൾക്കാർക്ക് അറിയാണ്ടാവും, കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ആണ്. അഥവാ ഹെയർ ഓയിൽ, ഷാമ്പു, ഫേസ് വാഷ് ഒക്കെയാണ്. അഥവാ ഹെയർ ഓയിൽ പറഞ്ഞാൽ താരന്, മുടി കൊഴിച്ചില്, അല്ലെങ്കിൽ മുടി വളരാനും, മുടി തിക്നെസ്, ലെങ്ത് അങ്ങനത്തെ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഓയിൽ വാങ്ങിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്, ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയതാണ്. വേണമെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം, നിങ്ങൾ അതിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഞാൻ ഇപ്രാവശ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഞാൻ നിങ്ങളോട് ചോദിക്കാണ്. എന്താണ് ഇപ്രാവശ്യം ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വിട്ടുതരികയാണ്. നിങ്ങൾ എന്താണ് പറയുന്നത് വെച്ചാൽ അതാണ് ഞാൻ ഇപ്രാവശ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇപ്രാവശ്യം കിട്ടുന്ന പൈസ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ പറയാം, നിങ്ങളുടെ ഒരു അഭിപ്രായം പറയുക, നിങ്ങളുടെ ആശയം പറയാം. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്താണ് പറയുന്നത് നോക്കിയിട്ട് നമുക്ക് അത് ചെയ്യാം. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ പറയുന്ന കാര്യമായിരിക്കും ഞാൻ ഇപ്രാവശ്യം എനിക്ക് കിട്ടുന്ന യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഞാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെങ്കിലും നിങ്ങൾ കമന്റിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ പേരെന്താണ് പറയുന്നത് നോക്കിയിട്ട് നമുക്ക് ആ ഒരു കാര്യം ചെയ്യാം. എടാ വീഡിയോ കഴിഞ്ഞു, ഇതാ കണ്ടത് കഴിഞ്ഞു. എടാ നാളെ എടുക്കഞ്ഞ വീഡിയോ. ആ പൂച്ചക്കുട്ടി എന്താ പറയണ നോക്ക്, പൂച്ചക്കുട്ടീനോട് ചോദിച്ചു നോക്ക്. പൂച്ചക്കുട്ടി എന്താ കാട്ടണം? എന്താ നാളെ എടുക്കാം നമുക്ക് കേട്ടോ കേട്ടോ. ഞാൻ കടയിലേക്ക് പോവാനേ. എടാ ഇത് നാളെ, ഇത് മൈക്കേനേ, നാളെ വീഡിയോ എടുക്കാം. ഓ എടാ മൈക്ക് നാളെ എടുക്കടാ നമുക്കേ. കടയിൽ പോവാണേ. എന്നാ പപ്പ എടുക്കും കേട്ടോ. ആ കള്ളക്കരച്ചിലായിരുന്നുല്ലേ. അതാ മൂക്കുന്നൊക്കെ വരുന്നതാ, മൂക്കൊക്കെ തുടച്ച. ആ മൂക്ക് കുറച്ച് ഗുഡ് ബോയ് ആയി. കള്ളക്കരച്ചിലേക്ക് മാറി. അപ്പൊ കള്ളക്കരച്ചിൽ മാറി ഇപ്പൊ എടുത്തപ്പോ അല്ലേ. അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കാണ് കേട്ടോ. അപ്പോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരോട് പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. പിന്നെ നിങ്ങൾ പറയാ എന്താണ് നമ്മൾ ഇപ്രാവശ്യത്തെ യൂട്യൂബിലത്തെ വരുമാനം ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് വിട്ടാൻ നിൽക്കാണ്. അപ്പൊ നിങ്ങൾ എന്താണ് പറയണെന്ന് വെച്ചാൽ, കൂടുതൽ ആളെന്താ പറയണെന്ന് വെച്ചാൽ നമ്മൾ ഇൻഷാ അല്ലാഹ് അതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ചോദ്യം ഇതാണ്, എനിക്ക് കിട്ടുന്ന യൂട്യൂബിലത്തെ വരുമാനം എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ പറയുക.